ഒരു കപ്പ് പായസം കിട്ടിയ തുടച്ച് വടിച്ച് കുടിക്കുന്ന ഒരേ ഒരു പായസം. നല്ല തേങ്ങാപ്പാൽ കുറുക്കിയെടുത്ത ഗോതമ്പ് പായസം അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഹായ് ഫ്രണ്ട്സ്, എവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി സൂപ്പർ ടേസ്റ്റി ഗോതമ്പ് പായസം. ഈ പായസത്തിൻ്റെ രുചി ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും. ഇൻഗ്രീഡിയൻസും മെത്തേഡും പറയാം. ഇൻസ്റ്റൻറ്റ് പോട്ടിലാണ് ഞാൻ ഈ ഗോതമ്പ് പായസം ഉണ്ടാക്കിയത്. ഇൻസ്റ്റൻറ്റ് പോട്ടാകുമ്പോൾ ഏതാണ്ട് ഒരു 25 മിനിറ്റ് കൊണ്ട് നമുക്ക് പായസം റെഡിയാക്കാം. ഓവർനൈറ്റ് കഴുകി കുതിർത്ത് വെച്ച ഒരു കപ്പ് ഗോതമ്പിന് 1 കപ്പിന് 4 കപ്പ് വെള്ളം, അതാണ് അതിൻ്റെ കണക്ക്. ഒരു 19 മിനിറ്റും കൂടെ വേണം, എങ്കിൽ നന്നായിട്ട് ഇതുപോലെ വെന്ത് കിട്ടും. ഇതുപോലെ സാധാരണ കുക്കറിൽ നമുക്ക് ചെയ്യാം. ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 വിസിൽ വേണ്ടി വരും വെന്ത് കിട്ടാൻ. ഇൻസ്റ്റൻറ്റ് പോട്ടിലാകുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഗോതമ്പ് വേവിക്കാൻ പറ്റില്ല, പതഞ്ഞ് തൂവിപ്പോവും. അല്ലാതെ നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി. പിന്നെ ഒരു 4 കപ്പ് വെള്ളം, ഏത് പാത്രത്തിനാണോ അളവെടുക്കുന്നത് അതിൻ്റെ 4 ഇരട്ടി വെള്ളം. ഇത് നന്നായിട്ട് വെന്ത ഗോതമ്പിലേക്ക് നമ്മൾ ശർക്കര പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ശർക്കര ഉരുക്കിയതാണെങ്കിൽ അരിച്ചെടുത്ത ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഈ വലിയൊരു കോഫി മഗ്ഗിന് 1 കപ്പ് ഗോതമ്പാണ് ഞാൻ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചത്. അതുപോലെ തന്നെ ഈ പായസത്തിന് ഞാൻ ജാഗ്രി പൗഡറാണ് എടുത്തിട്ടുള്ളത്, അത് ശർക്കര പൊടിയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരയാണെങ്കിൽ ഒരു 400 ഗ്രാം വേണ്ടി വരും. ശർക്കര പൗഡർ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് വെന്ത ഗോതമ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കരയാണെങ്കിൽ നമ്മൾ ഉരുക്കി അരിച്ചെടുക്കണം. അതുപോലെ തന്നെ 1.5 തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 മുറി തേങ്ങയുടെ മിക്സി ജാറിലിട്ട് അടിച്ചിട്ട് 1-ാം പാലും 2-ാം പാലും വേർതിരിച്ചെടുത്തു. ഇതുപോലെ തേങ്ങയിൽ നിന്ന് പാലെടുക്കുകയാണെങ്കിൽ പായസത്തിന് നല്ല രുചി കൂടും. അല്ലാതെ നിങ്ങൾക്ക് മടി ഉണ്ടെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടാനുണ്ട് കോക്കനട്ട് മിൽക്ക്, അത് വാങ്ങിയിട്ടും യൂസ് ചെയ്യാം. ജാഗ്രി പൗഡർ 1-ാം പാല് 2-ാം പാല് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് പോട്ടിൽ വേവിച്ചെടുത്ത ഗോതമ്പിലേക്ക് നമ്മുടെ ജാഗ്രി പൗഡറും ചേർത്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് തേങ്ങാപ്പാലും. നമ്മുടെ സാധാരണ കുക്കറിലും ചെയ്യുക. ഇതെന്ന് വെച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടും പെട്ടെന്ന്. ഇതാണ് ഗോതമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി തന്നെ 1 കപ്പ് ഗോതമ്പ് കുതിർത്ത് വെച്ചതാണ്, കഴുകി കുതിർത്ത് വെച്ചു. ഇപ്പം ഇതിലിട്ട് ഒരു 4 കപ്പ് വെള്ളം. നമ്മൾ ഏത് ഇതിനാണ് അളവെടുക്കുന്നത് വെച്ചാൽ അതിന് 4 കപ്പ് വെള്ളവും 1 ടീസ്പൂൺ ഗീ ഒഴിച്ചിട്ട് ഇപ്പം 19 മിനിറ്റ് കുക്കറിലെ ഇൻസ്റ്റൻറ്റ് പോട്ടിൻ്റെ ഒരു 19 മിനിറ്റാണ് സെലക്ട് ചെയ്തത്. ഇപ്പം കറക്റ്റായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കാണുന്നില്ലേ? വെന്ത് വന്ന ഗോതമ്പിലേക്ക് ജാഗ്രി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. ഇതേ ഇൻസ്റ്റൻറ്റ് പോട്ടിൽ തന്നെയാണ് ഞാൻ പായസം മുഴുവനായിട്ടും റെഡിയാക്കുന്നത്. സോട്ട് സെലക്ട് ചെയ്തു. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇങ്ങനെ തിളച്ചാൽ ആ മധുരം നന്നായിട്ട് ഇതിന് പിടിച്ച് വരും. ശേഷം നമുക്ക് പാലുകൾ ചേർത്ത് കൊടുക്കാം. ഈ പായസത്തിലോട്ട് ഞാൻ ആദ്യം 1 കപ്പ് ജാഗ്രി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ മധുരം പോരാ, തീരെ ഇല്ല. ഇപ്പോൾ 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1 കപ്പ് ഗോതമ്പിന് 1.5 കപ്പ് ജാഗ്രി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. മധുരം നിങ്ങൾക്ക് വേണ്ടത്ര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ശർക്കരയിൽ നന്നായിട്ട് ഗോതമ്പ് തിളച്ച് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. 2-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പെട്ടെന്ന് തന്നെ ഗോതമ്പിൻ്റെ കൊഴുപ്പ് കൊണ്ട് കുറുകി വരും. ഈ പായസം ഉണ്ടാക്കാൻ ഇൻസ്റ്റൻറ്റ് പോട്ട് തന്നെ വേണമെന്നൊന്നുമില്ല, ഞാനത് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കുക്കറിലാണ് വെക്കുന്നതെങ്കിലും ഇടയ്ക്കിടെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും. തൊണ്ടൊക്കെ കളഞ്ഞ് പൊടിച്ചെടുത്ത 1 ടീസ്പൂൺ ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പ് വിതറി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഏത് പായസം ഉണ്ടാക്കുമ്പോഴും ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതൊരു ആവശ്യമാണ്. ഇൻസ്റ്റൻറ്റ് പോട്ടിൽ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഏതാണ്ട് ഒരു 25-30 മിനിറ്റ് കൊണ്ട് പായസം റെഡിയാവും. അല്ലാതെ ഗോതമ്പ് പായസം ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് സമയം ഏറെ വേണ്ടി വരും. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഗോതമ്പ് പായസം. പായസത്തിന് വേണ്ടുന്ന മധുരമൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി 1-ാം പാല് മാത്രമേ ചേർക്കാനുള്ളൂ. പിന്നെ ചെറുതായിട്ടൊന്ന് ബബിൾസ് വരികയേ വേണ്ടുള്ളൂ. അത്രയും തിളച്ചാൽ മതി. അപ്പോൾ ഓഫ് ചെയ്യും. ഇനി പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യുകയാണ്. ഒത്തിരി ടേസ്റ്റായിട്ടുള്ള ഗോതമ്പ് പായസം റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറവിടണം.
തേങ്ങാക്കൊത്ത്, കിസ്മിസ്, കാഷ്യൂ നട്ട്സ്. ഇത് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു 2 സ്പൂൺ നെയ്യിൽ അതും കൂടി വറവിട്ടാൽ വാ ബാഷ്. ഈ പായസം കൂടുതൽ കുറുകി പോവരുത്. ഇനി ഇറക്കി വെച്ച് നന്നായിട്ട് കട്ടിയായി വരും. ഒരു കപ്പിൽ കുടിക്കാൻ പറ്റുന്നതായിരിക്കണം പാകം. തേങ്ങാക്കൊത്ത്, കാഷ്യൂ നട്ട്സ് ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. കുറച്ചായിട്ട് ചേർക്കാം, അല്ലെ കൂടിയിട്ടും ചേർക്കാം. ഞാനിപ്പം 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ കാഷ്യൂ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കിസ്മിസും. പിന്നെ 2-3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്. ഇനി കാഷ്യൂ ചേർത്ത് കൊടുക്കണം. കിസ്മിസ് നല്ല ടേസ്റ്റി ഗോതമ്പ് പായസം റെഡി. ഇനി എല്ലാം ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്ക് വിളമ്പാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.